പൊന്നുരുളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചൂടുകാലത്ത് മനസ്സിനെയും ശരീരത്തിനെയും ഒരേപോലെ തണുപ്പിക്കാൻ പറ്റുന്ന നല്ല ഒന്നാം തരം ഒരു ലസ്സി ആയാലോ? ഞങ്ങൾ ഓമയ്ക്കെന്ന് വിളിക്കുന്ന പപ്പായ കൊണ്ടുള്ള ഒരു കിടിലൻ ലസ്സി. ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ട്രൈ ചെയ്യുകയും അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുകയും ചെയ്യണം. അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മടിക്കരുത്. ഈ കാണിച്ച ഓമയ്ക്ക പകുതിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നല്ലപോലെ പഴുത്തതും നല്ല മധുരമുള്ളതുമായ ഓമയ്ക്കായിരുന്നു. കഴിവതും നല്ലപോലെ പഴുത്തതും നല്ല മധുരമുള്ളതുമായ ഓമയ്ക്ക തന്നെ എടുക്കുക. ഇനി ഓമയ്ക്ക ആദ്യം മിക്സിയിലേക്കിട്ട് അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നു. എത്ര മധുരമുള്ള ഓമയ്ക്കയാണെങ്കിലും പഞ്ചസാര ചേർക്കുമ്പോഴാണ് ലസ്സിക്ക് അതിൻ്റെ സ്വാഭാവികമായൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. പഞ്ചസാരയും ഓമയ്ക്കയും മിക്സിയിൽ നല്ലപോലെ സ്മൂത്തായ ഒരു പേസ്റ്റ് ആവുന്നത് വരെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു. ഇനി അതിലേക്ക് ഈ കാണുന്ന കപ്പിൻ്റെ 1/2 കപ്പ് പാലൊഴിക്കുന്നു. ഉപയോഗിക്കുന്ന ഓമയ്ക്കയുടെ അളവിനനുസരിച്ച് പാല് ചേർത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി വാട്ടറി ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 1/2 കപ്പ് പാല് ചേർത്തു. ഇനി അതിലേക്ക് ആ കപ്പിന് 1 കപ്പ് പുളിയില്ലാത്ത തൈര് കൂടി ചേർത്ത് ഒരു 3 സെക്കൻഡ് മാത്രം മിക്സിയിൽ ബ്ലെൻഡ് ചെയ്യുന്നു. തൈരിൻ്റെ കട്ടകളൊന്നുടഞ്ഞ് നന്നായി മിക്സ് ആവുകയേ വേണ്ടൂ, ഒത്തിരി ബ്ലെൻഡ് ചെയ്യാൻ പാടില്ല. ഇനി ഉപയോഗിക്കുന്ന തൈരിന് പുളി കൂടുതലാണെങ്കിൽ അതിൻ്റെ അളവ് ഒരല്പം കുറച്ചുകൂടെ പാലൊഴിക്കുക. പക്ഷേ വെള്ളമായി പോകരുത് എന്ന് മാത്രം. പപ്പായ ലസ്സി തയ്യാർ. നന്നായി തണുപ്പിച്ച് കുടിക്കുക. ഉഷ്ണമകറ്റാൻ പറ്റിയ മറ്റൊരു നല്ല റെസിപ്പി വീഡിയോയുമായി ഉടനെ കാണാം. ബൈ ബൈ.